അസുരൻ്റെ പ്രണയം. അവതരണം ഷിബു ജോസഫ്. രചന വിദ്യാവസൻ. രാവിലെ രുദ്രൻ പാരമ്പര്യ രുദ്രാക്ഷമാല അണിഞ്ഞു. ചന്ദന നിറ പട്ടുഷർട്ടും കസവും കൊണ്ടുകൊടുത്ത് അതിഗാംഭീര്യത്തോടെ ആനയുടെ പുറത്തിരുന്ന് അമ്പലത്തിൽ കയറി. കണ്ടുനിന്നവർ ഒരു നിമിഷം പകച്ചുപോയി. നരസിംഹനാണോ വരുന്നതെന്ന്. പൂവുകൾ കൊണ്ട് വിതർന്നു. ആന എല്ലാം കണ്ട് സന്തോഷത്തോടെ തലയാട്ടി. കർണന്റെ പുറത്തു നിന്ന് രുദ്രൻ മെല്ലെ ഇറങ്ങി. ആരതിയെടുത്ത് രുദ്രനെ വരവേറ്റു. രുദ്രൻ ചിരിയോടെ അമ്പലത്തിൽ കയറി. കൽവിളക്കുകൾ എല്ലാം തെളിഞ്ഞു. ആ സമയം ചെണ്ടമേളം കെട്ട് എല്ലാവരും അമ്പലം നടയിൽ നോക്കി. സ്വർണം കൊണ്ട് തിളങ്ങുന്ന പല്ലക്കിൽ നിന്ന് ദശ ഇറങ്ങി. ദശയുടെ ശരീരം മുഴുവനും പാരമ്പര്യ സ്വർണം തിളങ്ങി. കൃഷ്ണ തുളസി നിറത്തിൽ സ്വർണ്ണ കസവ് വെച്ച സാരി. ദശ കൈ ദീപവുമായി മെല്ലെ നടന്നുവന്ന് അമ്പലത്തിൽ കയറി ദേവിയുടെ മുന്നിലിരുന്ന കൽവിളക്കിനെ തെളിയിച്ചു. ഗൗതം ആർക്കോ വേണ്ടി നോക്കി നിൽക്കുന്നു. ദേവനന്ദ അസ്വസ്ഥതയോടെ ഒരിടത്ത് പോയി നിന്നു. എന്താ മോളെ, എന്തേലും വയ്യായി കൊണ്ടു? ജീവൻ സംശയത്തോടെ അവളുടെ അടുത്തൊന്ന് ചോദിച്ചു. എന്തോ ഏട്ടാ, ഒരു തലവേദന, തലയിൽ വെച്ച് നന്ദ പറഞ്ഞു. ജീവന്റെ ഉള്ളിൽ ഒരു ഭയം നിറഞ്ഞു. ജീവൻ തന്റെ പ്രാണനെ ഓർത്തു. മുഹൂർത്താകാറായി. കൊട്ടുമേളം. അയ്യർ പറഞ്ഞതും കുരവേട്ടും കൊട്ടുമേളം മുഴങ്ങി രുദ്രൻ ദശയുടെ കഴുത്തിൽ തന്റെ വേളി ചാർത്തി. കാത്തിരുന്ന ശുഭനിമിഷം അവർക്കും വരവായി. ദശ രുദ്രന്റെ പാതിയായി മാറി. നിറകണ്ണോട് കൈകൂപ്പിന്ന് ആ താലി ദശ ഏറ്റുവാങ്ങി. പഞ്ചഭൂതങ്ങളും അവരെ വാഴ്ത്തി. പുരുഷോത്തമൻ നിറഞ്ഞ മനസ്സോടെ അവരെ അനുഗ്രഹിച്ചു. തന്നിലെ പ്രണയം ഉണർത്തിയവൾ, തൻ്റെ ആത്മാവായി മാറിയവൾ, ഇനി എൻ്റെ മാത്രം അവകാശം. രുദ്രൻ ചിരിയോടെ ദശയുടെ സീമന്തിരയിൽ ചുവപ്പ് പടർത്തി. അപ്പോഴും നിറകണ്ണോടെ ദശ കൈയൊപ്പിയുന്നു. ഉണ്ണിത്താൻ തൻ്റെ മോളെ രുദ്രന്റെ കയ്യിലേൽപ്പിച്ചു. അപ്പോൾ ആ പിതാവിൻ്റെ മനസ്സിൽ വേദികയെ തെളിഞ്ഞു. കരഞ്ഞു കലിങ്ങിയ കണ്ണുമായി രണ്ടുപേരെയും ഉണ്ണിത്താൻ അനുഗ്രഹിച്ചു. ദശയുടെ വിരലിൽ പിടിച്ച് രുദ്രൻ ആ കതറുണ്ടോത്തിനെ 3 പ്രാവശ്യം ചുറ്റി വന്നു. അത് കഴിഞ്ഞ് രുദ്രൻ അഗ്നിയുടെ വലത് സൈഡ് മുട്ടുകുത്തിയിരുന്നു. ദശയുടെ കാൽവിരൽ പിടിച്ച് അമ്മയിൽ കയറ്റിവെച്ചു. ചിരിയോടെ രുദ്രൻ ദശയെ നോക്കി. ദശയെ നാണത്താൽ കുതിർന്ന പുഞ്ചിരി കൊടുത്തു. ആ ചടങ്ങ് കഴിഞ്ഞതും പെണ്ണിന്റെ സഹോദര എവിടെ? മുഹൂർത്തം തീരുന്നവനെ വരിക. അയ്യർ പറഞ്ഞതും ഞെട്ടലോടെ എല്ലാവരും പരസ്പരം നോക്കി. സഹോദരയില്ലെങ്കിൽ സഹോദരിയെങ്കിലും വരിക, വേഗം, അയ്യർ പിന്നെയും പറഞ്ഞു. അയ്യരെ, അത് പിന്നെ അവൾ ഒറ്റ മോളാ, പുരുഷോത്തമൻ മെല്ലെ പറഞ്ഞു. അതങ്ങനെ ശരിയാകും, രക്തബന്ധത്തിൽ കാണുമല്ലോ. അയ്യർ പറഞ്ഞതും പുരുഷോത്തമൻ ഉണ്ണിത്താനെ നോക്കി. ഉണ്ണിത്താൻ ഒന്നും മിണ്ടാതെ നിസ്സഹായതയോടെ ഇരുന്നു. ഞാൻ മതിയോ? ചോദിച്ചുകൊണ്ട് മണ്ഡപത്തിൽ കയറി വരുന്ന ആളിനെ കണ്ട് രുദ്രന്റെ കണ്ണുകൾ വിടർന്നു. നിങ്ങൾ? സംശയത്തോടെ അയ്യർ ചോദിച്ചു. ഇവളുടെ സഹോദരൻ. ജീവൻ ദശയുടെ അടുത്തുനിന്ന് ചിരിയോടെ പറഞ്ഞു. അയ്യർ കുറച്ച് പൊരിയെടുത്ത് മന്ത്രം പറഞ്ഞ് ജീവന്റെ കയ്യിൽ കൊടുത്തുകൊണ്ട് ദശയുടെ കയ്യിൽ കൊടുക്കാൻ പറഞ്ഞു. സംശയത്തോടെ ജീവൻ നോക്കി. സഹോദരിയുടെ ഭർത്താവ് ആയുസോടെ ജീവിക്കുവാനും നല്ല ആരോഗ്യമായ കുഞ്ഞുങ്ങളുണ്ടാകുവാനും വേണ്ടിയാണ് ഈ ചടങ്ങ്. അയ്യർ പറഞ്ഞതും ജീവൻ സന്തോഷത്തോടെ ദശയുടെ കൈ കൊടുത്തു. എല്ലാ ചടങ്ങും കഴിഞ്ഞു. നരസിംഹ കൊട്ടാരത്തിൽ നിലവിളക്കോട് ദശ വലത് കാലെടുത്ത് വെച്ചു. ആ കൊട്ടാരം സന്തോഷം കൊണ്ട് നിറഞ്ഞു. പക്ഷെ പുരുഷോത്തമന്റെ ഹൃദയം പടഞ്ഞു. താൻ പറ്റിക്കപ്പെടുമായിരുന്നല്ലോ എന്ന് വിചാരിച്ച് തൻ്റെ മോൻ്റെ കല്യാണം സന്തോഷത്തോടെ കൂടാനായില്ല. തിരക്കഴിഞ്ഞ് പുരുഷോത്തമൻ തൻ്റെ ഭാര്യയുടെ മുറിയിൽ പോയി കഥ അടച്ച് ഏറെ നേരിരുന്നു. എന്നെ എല്ലാവരും പറ്റിക്കുന്നു, നീയും പറ്റിച്ച് പകുതിയിൽ ഇട്ടേച്ചു പോയി. പിന്നെ ഈശ്വരി, അവളും പറ്റിച്ചു. ഇനി ആരൊക്കെയാ എന്നെ പറ്റിക്കാൻ പോകുന്നത്? എനിക്ക് നിന്റെ അടുത്ത് വരാൻ കൊതിയാവുക. രുദ്രൻ, അവനെ നമ്മുടെ മോൾ നോക്കും, മിടിക്കുക. ഈശ്വരിയെ പൊളിച്ചടിക്കവളല്ലയോ? അവളെൻ്റെ മോനെ നല്ലൊരു വ്യക്തിയാക്കി. അവനെ അവൾ നോക്കും. ഇനി എനിക്കൊന്ന് വിശ്രമിക്കണം. പുരുഷോത്തമൻ നെടുവേർപ്പട പറഞ്ഞു.
അപ്പോൾ ഗായത്രിയുടെ മുഖം ഫോട്ടോയിൽ പുഞ്ചിരിയായി തെളിഞ്ഞു. വൈകുന്നേരം റിസപ്ഷൻ ആഘോഷമായിരുന്നു. കറുത്ത നിറത്തിൽ വെള്ള വൈദൂര്യം പതിച്ച സാരിയായിരുന്നു ദശയുടെ വേഷം. കഴുത്തിൽ വെള്ളക്കല്ലുകൊണ്ടുണ്ടാക്കിയ നെക്ലസ് ഇട്ട് അതീവ സുന്ദരിയായി ഋതുവിൻ്റെ അടുത്ത് ദശ നിന്നു. ഋതുവിനും എല്ലാവരെയും വരവേറ്റു. ആഘോഷം പൊടിവാർന്നു. ആട്ടവും പാട്ടുമായി ആ വേദി നിറഞ്ഞിരുന്നു. ഗൗതമന്റെ മനസ്സും പുരുഷോത്തമന്റെ ഹൃദയവും മാത്രം വെന്തുരുകി. നിങ്ങൾ പറയാമോ നിങ്ങളുടെ പ്രണയ നിമിഷം? ഒരു കൊച്ച് മൈക്ക് കൊടുത്തോട് ചോദിച്ചു. രുദ്രൻ ചിരിയോടെ എല്ലാവരെയും നോക്കി. എനിക്ക് നിങ്ങളെല്ലാവരും ഒരു പേരിട്ടിട്ടുണ്ടല്ലോ, അസുരൻ, തെമ്മാടി, പെണ്ണുപിടിയൻ എന്നൊക്കെയാണ്. രുദ്രൻ അതായിരുന്നു. പക്ഷെ പ്രണയം എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കി തന്നത് എൻ്റെ ദശയാണ്. അവളെൻ്റെ പ്രാണനിൽ അലിഞ്ഞേർന്നു. അവളില്ലാതെ ഈ രുദ്രൻ ഇനി ഉണ്ടാകില്ല. അവൾക്ക് വേണ്ടിയാണ് ഞാൻ മനുഷ്യനായത്. അവൾക്ക് വേണ്ടി മാത്രം. ഇനിയും ഞാൻ ജീവിക്കും അവളുടെ അസുരനായിട്ട്. ആ കുട്ടി മൈക്ക് മേടിച്ച് ദശയുടെ കയ്യിൽ കൊടുത്തു. ചേച്ചി പറയേ. രുദ്രേട്ടൻ പറഞ്ഞു പുള്ളിയുടെ പ്രണയം. ഇനി ചേച്ചി. ചിരിയോടെ ആ കുട്ടി പറഞ്ഞു. എൻ്റെ പ്രണയം അത് വല്ലാത്തൊരു പ്രണയമായിരുന്നു. മുഖം അറിയാതെ നക്ഷത്രമറിയിനെ കണ്ട് പ്രണയിച്ചവൾ. നീ എൻ്റെയാണ്, എൻ്റെ മാത്രം പെണ്ണ എന്ന് പറയുമ്പോൾ ആ വയസ്സിൽ തന്നെ എൻ്റെ ഹൃദയത്തിൽ പതിഞ്ഞു. ഞാൻ നക്ഷത്രമറിവുള്ള രാജകുമാരൻ്റെ പെണ്ണാണെന്ന്. അന്നു മുതൽ ഞാൻ തിരയുകയായിരുന്നു പ്രണയം നേടിയെടുക്കാൻ വേണ്ടി. അപ്പോഴാ എൻ്റെ ചേച്ചിയുടെ മരണം. ഞാൻ മെല്ലെ മറന്നു തുടങ്ങി. എൻ്റെ ചേച്ചിയെ കൊന്നവനോടുള്ള അടങ്ങാത്ത പകയോടെ ഈ കൊട്ടാരത്തിൽ വന്നു. നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുനിർത്തുക എന്നതായിരുന്നു എൻ്റെ ലക്ഷ്യം. എൻ്റെ അടുത്ത് വരുമ്പോഴൊക്കെ എനിക്ക് അറപ്പായിരുന്നു, വെറുപ്പായിരുന്നു. എന്നിലെ പക ആളിക്കത്തിക്കൊണ്ട് നിന്ന സമയം. എപ്പോഴോ ഒരിക്കൽ എൻ്റെ രാജകുമാരൻ ഈ നിൽക്കുന്ന അസുരനാണെന്ന് തിരിച്ചറിഞ്ഞ നിമിഷം ഞാൻ തകർന്നുപോയി. എൻ്റെ ചേച്ചി, അവളുടെ മരണത്തിന് കാരണമായനാണോ എൻ്റെ രാജകുമാരൻ? പിന്നെ എല്ലാം കലങ്ങിത്തെളിഞ്ഞു. എൻ്റെ രാജകുമാരൻ എനിക്കെന്നെ കിട്ടി. ഇനി ആർക്കും ഞാൻ വിട്ടുകൊടുക്കില്ല. എൻ്റെ മരണം വരെ ആ ഇടനെഞ്ചിൽ പറ്റിച്ചേർന്നിരിക്കും. താലിയിൽ കോർത്ത ബന്ധമല്ല, ആത്മാവിൽ കോർത്ത ബന്ധമാണ്. അതൊരിക്കലും ഒരു കാലത്തും പിരിയാനാകില്ല. ചിരിയോടെ ദശ പറഞ്ഞു. ഋത്തിക് മേനോൻ അത്ഭുതത്തോടെ നോക്കി. ഇവരുടെ പ്രണയം സിനിമയാക്കണം എന്ന് മനസ്സിലോർത്തു. വാവ്, ഇത്രയും മനോഹരമായ പ്രണയം സിനിമയിൽ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. ഇപ്പോൾ ദാ നമ്മുടെ മുന്നിൽ. ആ കുട്ടി ചിരിയോടെ പറഞ്ഞു. എല്ലാം മനോഹരമായി അരങ്ങേറുന്നു. ആ സമയം കയ്യിൽ ഗിഫ്റ്റോടെ ഒരു സ്ത്രീ വരുന്നതുകൊണ്ട് എല്ലാവരും ആ വിളിച്ചു. രുദ്രൻ അവളെ ഒന്നും മനസ്സിലാതെ നോക്കിയിരുന്നു. ഈശ്വരി അവളെ കണ്ടതും ഞെട്ടലോടെ നോക്കി. അവൾ കയ്യിലെ ഗിഫ്റ്റ് കൊണ്ട് നേരെ സ്റ്റേജിൽ കയറി. ദശമേഘന, യു ഡിഡ് ഇറ്റ്. ഇറ്റ്സ് യുവർ ടൈം. അവൾ പറഞ്ഞുകൊണ്ട് ദശ ആലിംഗനം ചെയ്തു. താങ്ക്സ് വന്ദന. ഇതിന് കാരണം നീ മാത്രമാണ്. നീയില്ലാതെ ഇതുവരെ എത്തില്ല. ഒരുപാട് നന്ദിയുണ്ട്. ദശ ആലിംഗനത്തോടെ പറഞ്ഞു. രുദ്രൻ സ്തംഭിച്ചിരുന്നു. രുദ്രൻ അമ്പരപ്പോടെ അവരെ നോക്കി. ഈശ്വരിയുടെ തല കറങ്ങി. അവൾക്ക് പിടിച്ചു നിൽക്കാനാതെ ചുവരിൽ കൈപിടിച്ചു. എൻ്റെ രഹസ്യം ചോർന്നതുപോലും ഇവൾ കാരണമാണല്ലേ. നിനക്കുള്ളത് ഞാൻ തന്നോളാം. ഇതൊന്ന് കഴിഞ്ഞോട്ടെ. ഈശ്വരി മനസ്സിൽ വെറുത്തു. എന്താടോ രുദ്ര ഇങ്ങനെ അമ്പരന്ന് നിൽക്കുന്നത്? എങ്ങനെയുണ്ടായിരുന്നു എൻ്റെ പെർഫോമൻസ്? വന്ദന പുരിയോർത്തി ചോദിച്ചു. രുദ്രൻ ഒന്നും മിണ്ടാതിരുന്നു. അവനൊന്നും വിശ്വസിക്കാനായില്ല. ആളുകൾ ശ്രദ്ധിക്കുന്നത് കണ്ട് രുദ്രൻ കൈകൾ മുറുക്കി പിടിച്ച് മൗനം ആയുധമാക്കി. ഹേയ് രുദ്ര, വന്ദന അവൻ്റെ കയ്യിലടിച്ച് ചിരിയോടെ വിളിച്ചു. രുദ്രൻ ഞെട്ടൽ മാറാതെ വിളി കേട്ടു. സോറി, നാടകം തീരുമ്പോൾ പറയാൻ പറഞ്ഞതാ. ഈ മുഹൂർത്തം വരെ കാത്തിരിക്കുമെന്ന് രുദ്രൻ്റെ പ്രീതം പറഞ്ഞു. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഒന്നും പറയാത്തത്. ഞാൻ വന്ദന മേനോൻ, അഡ്വക്കേറ്റാണ്. ബാക്കിയുള്ള കാര്യം നിങ്ങളുടെ സ്വകാര്യ നിമിഷങ്ങളിൽ നിങ്ങളുടെ തെച്ചു പറയും. ചിരിയോടെ വന്ദന പറഞ്ഞു. രുദ്രൻ ഒന്നും മിണ്ടാതെയിരുന്നു. എന്നാ ശരി, ഞാനങ്ങോട്ട് പൊയ്ക്കോട്ടെ. വന്ദന എല്ലാവരോടും യാത്ര പറഞ്ഞിറങ്ങിയപ്പോൾ മുന്നിൽ അഭിലാഷിനെ കണ്ടു. പൊന്നുമോളെ, ഒന്നും മിണ്ടാതെ വെക്കോ. അഭിലാഷ് പേടിയുടെ മനസ്സിൽ പെറുത്തു. അഭി, താങ്ക്സ്. അസുരൻ്റെ വഴിയിൽ പെട്ടെന്ന് എത്തിപ്പെടാൻ വഴിയൊരുക്കി തന്നേനി. നീയില്ലായിരുന്നെങ്കിൽ ഈ നാടകം റിസ്ക് ആയേനി. അതൊന്നുമില്ലാതെ ഈസിയാക്കി തന്നല്ലോ. താങ്ക്സ്. വന്ദന ചിരിയോടെ കൈ കൊടുത്തോണ്ട് പറഞ്ഞു.
ഈശ്വര, ഭൂമി പിളർന്നു പോയാൽ മതിയായിരുന്നു. ഇതിലും ഭേദം അതായിരുന്നു. രുദ്രനെ അഭിലാഷ് പേടിയോടെ നോക്കി. രുദ്രൻ അതേ നിൽപ്പായിരുന്നു. അഭിലാഷ് പേടിയോടെ വന്ദനയ്ക്ക് കൈ കൊടുത്തു. ചിരിയുടെ വന്ദന യാത്രയായി. പുരുഷോത്തമൻ ഒന്നും മനസ്സിലാതെ നോക്കിയിരുന്നു. എന്താ വലുത് സംഭവിക്കാൻ പോകുന്നു എന്നത് മാത്രം പുരുഷോത്തമന് മനസ്സിലായി. അതിനുശേഷം ഒരു യന്ത്രം പോലെ രുദ്രൻ നിന്നു. കല്യാണാഘോഷം എല്ലാം കഴിഞ്ഞു. ദശരഥനും കാത്തിരുന്ന നിമിഷം, അവരുടെ പ്രണയം പൂവണിയുന്ന നിമിഷം, ആദ്യ രാത്രി വരവായി. ദേവനന്ദ പാലും കൊടുത്ത് ദശരഥന്റെ മുറിയിൽ പറഞ്ഞു വിട്ടു. എന്നും ആ മുറിയിൽ പോകുന്ന ദശയ്ക്ക് ഇന്ന് അവൾക്ക് എന്തോ ഒരു ഭയം. ദശയുടെ ഹൃദയം പിടയ്ക്കുന്നു. ദശ കാലുകൾ വിരലോടെ മുന്നോട്ട് എടുത്തു വയ്ക്കുന്നു. പുരുഷോത്തമൻ ഗായത്രിയുടെ മുന്നിൽ വേദനയോടെ ഇരുന്നു. എന്തോ വലിയ അപകടം വരാൻ പോകുന്നു. പേടിയുടെ കണ്ണുകളടച്ച് പുരുഷോത്തമൻ പറഞ്ഞു. ദശ നാണത്തോടെ വാതിൽ തുറന്നു. കട്ടിലിൽ രുദ്രൻ കുനിഞ്ഞിരിക്കുന്നതുകൊണ്ട് ചിരിയുടെ വാതിൽ കുറ്റിയിട്ടുകൊണ്ട് അവന്റെ അടുത്തുനിന്ന് പാലിനെ നാണത്തോടെ നീട്ടി. രുദ്രൻ പാലിനെയും ദശയെ നോക്കിക്കൊണ്ട് മെല്ലെ എഴുന്നേറ്റു. തുടരും.